യുകെയിലെ റാലിയിൽ അസിം മുനീറിനെതിരെ സ്ത്രീയുടെ വധഭീഷണി. പാകിസ്ഥാൻ നേതാക്കളുടെ ദുർഭരണത്തിനും പട്ടാള ഭരണത്തിനുമെതിരെ ശക്തമായ തിരിച്ചടിയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ കൊല്ലപ്പെടുമെന്ന് ഒരു സ്ത്രീ പറയുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് പാകിസ്ഥാൻ. വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കമ്മീഷണർ മാറ്റി കനലിനോട് പാക് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണച്ച് യുകെയിലെ ബ്രാഡ്ഫോർഡിൽ നടന്ന റാലിക്കിടെ വിവാദ പരാമർശം നടന്നിരുന്നു. അസിം മുനീർ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമെന്ന് ഒരു സ്ത്രീ പറഞ്ഞിരുന്നു. ഈ സ്ത്രീയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. കാർ ബോംബ് ഭീഷണിയെക്കുറിച്ചുള്ള പരാമർശം എല്ലാ അതിരുകളും ലംഘിച്ചതാണെന്ന് പാക് ആഭ്യന്തര സഹമന്ത്രി തലാൽ ചൗധരി പറഞ്ഞു. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമായി കാണാനാകില്ല. ഇമ്രാൻഖാന്റെ പാർട്ടി സൈന്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇമ്രാൻഖാന്റെ PTI പാർട്ടിയുടെ UK ഘടകം ഈ വീഡിയോ എക്സിൽ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു. അതേസമയം ഇവിടെ എന്തെങ്കിലും കുറ്റം സംഭവിച്ചതായി ഒരു വിദേശ സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ UK പോലീസിന് കൈമാറണമെന്ന് UK ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പോലീസ് പരിശോധിക്കും. അതിൽ യുകെയിലെ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ അന്വേഷണം ഉണ്ടാകുമെന്നും ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും കാരണം കഴിഞ്ഞ 2 വർഷത്തിനിടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ പാകിസ്ഥാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ കാലയളവിൽ രാജ്യത്തിന് 5000-ലധികം ഡോക്ടർമാരെയും 11,000 എഞ്ചിനീയർമാരെയും 13,000 അക്കൗണ്ടന്റ്മാരെയും നഷ്ടപ്പെട്ടതായി സർക്കാർ കണക്കുകൾ കാണിക്കുന്നുവെന്ന് പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീർ വൻതോതിലുള്ള പണമൊഴുക്കിനെ ബ്രെയിൻ ഡ്രെയിൻ എന്നതിലുപരി ബ്രെയിൻ ഗെയിനായി വിശേഷിപ്പിച്ചതിനു ശേഷം ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ ആൻഡ് ഓവർസീസ് എംപ്ലോയ്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ സർക്കാരിനെതിരെ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരെയും 11,000 എഞ്ചിനീയർമാരെയും 13,000 അക്കൗണ്ടന്റ്മാരെയും നഷ്ടപ്പെട്ടു. 4ാമത്തെ വലിയ ഫ്രീലാൻസിംഗ് ഹബ്ബ് കൂടിയാണ് പാകിസ്ഥാൻ. ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ $1.62 ബില്യൺ നഷ്ടമുണ്ടാക്കി. 2.37 ദശലക്ഷം ഫ്രീലാൻസിംഗ് ജോലികൾ അപകടത്തിലാക്കിയെന്നും അദ്ദേഹം എക്സിൽ എഴുതിയിരുന്നു. ഇത് പാകിസ്ഥാനിൽ നിന്നും പുറത്തു പോകുന്ന പാകിസ്ഥാനികളുടെ ഔദ്യോഗിക കണക്കുകളാണ്. 2022 മുതൽ ഹൈലി ക്വാളിഫൈഡ് ഹൈലി സ്കിൽഡ് കോളങ്ങളിലെ എണ്ണം നോക്കൂ. ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ അഭിപ്രായത്തിൽ ഇത് ബ്രെയിൻ ഗെയിൻ ആണ്. ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി വിമാനത്താവളത്തിൽ പോയി ആളുകളെ ഇറക്കിവിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ടെന്നും അദ്ദേഹം എക്സിൽ എഴുതി. പാകിസ്ഥാനിൽ ആഗോള കരിയർ സാധ്യമല്ലെന്ന് നിരീക്ഷകർ വിശേഷിപ്പിക്കുന്ന അദൃശ്യ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ സാങ്കേതിക പ്രൊഫഷണലുകളുടെ ഉയർച്ചയെയും നിലവിലെ കുടിയേറ്റ തരംഗം പ്രതിഫലിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത് കുറഞ്ഞ വേതനം മാത്രമല്ല ഡിജിറ്റൽ സംഘർഷവും കൂടിയാണ്. 2024-25 ഒരു ദേശീയ ഇന്റർനെറ്റ് ഫയർവാളിന്റെ വ്യാപനവും ആവർത്തിച്ചുള്ള കണക്ടിവിറ്റി തടസ്സങ്ങളും പ്രധാന പ്രേരക ഘടകങ്ങളായി ഉയർന്നു വന്നു. സാമ്പത്തിക അസ്ഥിരത, പണപ്പെരുപ്പം, രാഷ്ട്രീയ അനിശ്ചിതത്വം, ദുർബലമായ ഭരണം, പരിമിതമായ സാങ്കേതിക കരിയർ പാതകൾ, വികസിതമല്ലാത്ത ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥകൾ എന്നിവ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വിദേശത്ത് തള്ളിവിടുന്നുവെന്നും സായി ഗ്ലോബൽ CEO ഡോക്ടർ നോമൻ അഹമ്മദ് സയ്യിദ് ദി എക്സ്പ്രസ് ട്രിബ്യൂണിനോട് പറഞ്ഞു. മത്സരക്ഷമതയുള്ള ശമ്പളം, ഘടനാപരമായ സാങ്കേതിക കരിയർ, മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിദേശ താമസ അവസരങ്ങൾ എന്നിവ പ്രതിഭകളെ വിദേശത്തേക്ക് ആകർഷിക്കാൻ പര്യാപ്തമാണ്. വിദേശത്തു നിന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനോ ബന്ധിപ്പിക്കാനോ ഒരു തന്ത്രവുമില്ലാതെ പാകിസ്ഥാൻ അവരുടെ മികച്ച കോഡർമാരെയും ഡേറ്റ ശാസ്ത്രജ്ഞരെയും സൈബർ സുരക്ഷാ വിദഗ്ധരെയും കയറ്റുമതി ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും നവീകരണത്തിന് ഫലപ്രദമായ സബ്സിഡി നൽകുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ആളുകൾ പോകുന്നതിന്റെ മാത്രമല്ല, നമ്മൾ ഒരിക്കലും വീട്ടിൽ സൃഷ്ടിച്ചിട്ടില്ലാത്ത ആശയങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പേറ്റന്റുകളെയും കുറിച്ചാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.